ഗണപതിക്ക് വെള്ളിയാഴ്ചകളിൽ കറുകമാല ചാർത്തിയാൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളെ പറ്റിയാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. നമുക്ക് ആദ്യം തന്നെ പറയാവുന്ന ഗുണമാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയ അല്ലെങ്കിൽ ഞാൻ വായിച്ചൊരു ഗുണമാണ് ആഗ്രഹ സാഫല്യം. അതായത് നമ്മുടെ എത്ര വലിയ ആഗ്രഹങ്ങളും ആത്മാർത്ഥമായിട്ടുള്ളതും ന്യായമായിട്ടുള്ളതും മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്നതുമായ ഏതൊരു ആഗ്രഹങ്ങളും നമുക്ക് സാധിക്കും. അത് എത്ര നാൾക്കുള്ളിൽ സാധിക്കുമെന്നത് ആഗ്രഹത്തിൻ്റെ ഒരു രീതി അനുസരിച്ചിരിക്കും. ഇപ്പോൾ നമുക്ക് ഇത്ര നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ചിലവർക്ക് സന്താന ഭാഗ്യമാവാം, ചിലവർക്ക് ജോലിയാവാം, ചിലവർക്ക് സാമ്പത്തികമാകാം. അതൊക്കെ നമ്മുടെ ഒരു ആഗ്രഹം എന്താണോ അതിനെ ബേസ് ചെയ്തിരിക്കും. നമ്മുടെ എല്ലാ വിഘ്നങ്ങളും അകലും. അതിനു വേണ്ടിയുള്ള എല്ലാ വിഘ്നങ്ങളും, അതായത് നമ്മുടെ ആഗ്രഹത്തിൻ്റെ തടസ്സങ്ങൾ നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികളോ സാഹചര്യങ്ങളോ ഉണ്ടെങ്കിൽ എത്ര വലിയ തടസ്സങ്ങൾ മാറി നമ്മുടെ ആഗ്രഹ സാഫല്യം ഉണ്ടാവും. നമ്മുടെ ജീവിത പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാവുകയില്ല. പിന്നുള്ളൊരു ഗുണം വിദ്യാവിജയം. വിദ്യയിൽ നല്ല ഉയർച്ചയും വിജയവും ബുദ്ധിവികാസവും ഉണ്ടാവും. പിന്നെയുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ഐശ്വര്യം ഉണ്ടാവും. പിന്നെയുള്ള ഗുണം ആരോഗ്യം. നമ്മുടെ എത്ര വലിയ രോഗങ്ങളും മാറ്റാനുള്ള ഒരു ശക്തി കറുകയ്ക്കുണ്ട്. അപ്പോൾ ആരോഗ്യസിദ്ധിയാണ് ഈ പിന്നുള്ളൊരു ഗുണം. നമ്മുടെ രോഗങ്ങളൊക്കെ മാറി നന്മയും ശരീരസുഖവും ആരോഗ്യവും നൽകും. പിന്നെ ഉള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മംഗളകാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അത് വളരെ പറയാവുന്നൊരു ഗുണമാണ്. നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറാനും വളരെ ഗുണമാണ്. സാമ്പത്തികമായിട്ടൊക്കെ നല്ല ഉയർച്ച വരും. നമുക്കത് അനുഭവത്തിൽ വരും. നമുക്ക് ഗണപതി പ്രീതി ഏതൊരു കാര്യത്തിൽ നമ്മുടെ ഒപ്പം ഉണ്ടാവും.